ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മലയാറ്റൂരാണ്. ഞാനും അച്ഛനും അമ്മയും കേശുവാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മലയാറ്റൂർ തടാകമാണ് കേട്ടോ, അടിവാരത്തുള്ള. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചായിരുന്നു കുറേ വീഡിയോസ് എടുക്കണമെന്ന്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കയറിപ്പോണ വഴിയിലൊക്കെ അപ്പടി നല്ല മഴയായിരുന്നു. കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ മലയാറ്റൂർ നടപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നടന്ന് കല്ലും മലയും ഒക്കെ കയറി നടക്കുക. കേശുക്കുട്ടൻ ഓടി പോയി തുടങ്ങി. കുറച്ച് നേരം അമ്മ എടുക്കായിരുന്നു കേട്ടോ കേശുവിനെ. ഇപ്പം കേശുക്കുട്ടൻ ഓടി കയറി തുടങ്ങി. ഇപ്പം കേശുക്കുട്ടന് എപ്പോഴും മടുപ്പുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. എന്നാലും കേശു കയറിയിട്ട് ഞാൻ ചെരുപ്പൊക്കെ ഊരിയാണ് കയറി. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തായിരുന്നു. ഞാനും കേശുക്കുട്ടനും ഓടി കയറി. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലാണ് നമ്മുടെ തിരി കത്തിക്കേണ്ട സ്ഥലം. തിരി കത്തിക്കാനൊന്നും കുറേ സ്ഥലങ്ങൾക്ക് തിരി കത്തിക്കാനൊന്നും പറ്റിയില്ല, മഴ കാരണം. തിരി വെച്ചിട്ട് പോയാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഴയിൽ ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയപ്പോഴാണ് തിരി കത്തിച്ച് കാണുന്നത്. നമ്മൾ മഴയത്ത് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് മഴ കഴിഞ്ഞുള്ളൂ, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കും ഞങ്ങൾ. അപ്പോൾ കേശുക്കുട്ടൻ്റെ തലയിൽ അമ്മ അവൻ്റെ ഷർട്ട് പിടിച്ച് ബനിയനോട് തലയിൽ വെച്ചു കേട്ടോ. കുറേ സിസ്റ്റേഴ്സുമാരുണ്ടായിരുന്നു, കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇടയിൽ അവിടെയൊക്കെ കയറി കുറച്ച് സ്പ്രൈറ്റ് വാങ്ങിക്കുന്നുണ്ട്, അത് കുറച്ച് കുടിക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ പള്ളീൻ്റെ അകത്ത് കയറി. ഈ കാണുന്നതാണ് കുരിശും, വലിയ കുരിശ്. ചേട്ടന്മാരവിടെ കൊണ്ടുവച്ചതാണ്. ഇതാണ് അവിടെ നിന്ന് അടുത്താണ് ആന കുത്തിയ പള്ളി. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കുറേ ആന കുത്തിയ പള്ളീൻ്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ, ആന കുത്തിയതിൻ്റെ പാടുകൾ. ഇതാണ് നമ്മുടെ പൊന്നിൻ കുരിശ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ തൊടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഇങ്ങനെ നമ്മളെ വ്യൂ കിട്ടുന്നത് നെടുമ്പേശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇതാണ് തോമസ് ശ്രീകയുടെ കാൽപ്പാട്. വലിയ കാൽപ്പാടാണ് കേട്ടോ. സർക്കിൾ വരച്ച് വെച്ചോണ്ടാണ് നമുക്ക് തോന്നിയത് വലിയ കാൽപ്പാടാണ്. ഇതാണ് നക്ഷത്ര തടാകത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. കുറേനകത്ത് അപ്പടി നക്ഷത്രങ്ങൾ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ നിറച്ച് നക്ഷത്രങ്ങളായിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തടാകത്തിൻ്റെ ചുറ്റും ഈ ഭയങ്കര ലൈറ്റ്സൊക്കെ വെച്ചിട്ടാണ് അതിന് നക്ഷത്ര തടാകം പേര്. അങ്ങനെ ഞങ്ങൾ പതിയെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന്മാരെല്ലാവരും കൂടി ഒരു വലിയ കുരിശ് ചുമന്നുകൊണ്ട് പോണ കണ്ടു കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ നല്ല വലിയ കുരിശാണ് കേട്ടോ, നല്ല വെയിറ്റാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.